ഗുരുവാണെനിക്കിന്നു മണയാത്ത ദീപമായിരുളിന്റെ പാതയിൽ വഴികാട്ടിയാൽ വിദ്യതൻ പ്രഭയുടെ ഹൃദയത്തിനുള്ളിലായി കരുതിയിരിക്കുന്ന മലയാള പത്രത്തില് എല്ലാവരും വീട്ടിലും പത്രം വരുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ വാർത്ത വലിയ വാർത്തയേ വേണ്ട, ചെറിയ വാർത്ത കേട്ടാ, കുഞ്ഞു വാർത്ത. എന്നാ ഈ ചങ്ങാതി മഹാമടിയൻ ആ കാര്യത്തില്. അപ്പൊ എന്തായാലും ടീച്ചർ മക്കളെല്ലാവരും നല്ല കുട്ടികളാവണം, അതേ വേണ്ടു കേട്ടോ. നന്നായി പഠിക്കുക, നന്നായി കളിക്കുക, നന്നായി ഭക്ഷണവും കഴിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, വെറും 1/2 മണിക്കൂർ മാത്രമേ മൊബൈൽ നോക്കാൻ പാടുള്ളൂ. മൊബൈലേ നോക്കരുത്. പിന്നെ അച്ഛനും അല്ല, അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ സീരിയല് കുടുംബശ്രീ ശാരദ കാണും, പിന്നെ വേറെ ഏതോ ശാരദ കാണും. അതൊന്നും ആരും കാണണ്ട. അതിന്റെ ചില കാര്യങ്ങളൊക്കെ അതൊന്നും ആരും കാണണ്ട. കുറച്ചു നേരം പാട്ട് ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടാവും. ഐഡിയ സ്റ്റാർ സിംഗർ കുറച്ച് നേരത്തെ വരുന്നുണ്ട്, അത് കണ്ടുകൊണ്ട് അച്ഛനോട് ഒരു ടി വി ഉണ്ട്, വാർത്ത കാണണ്ടേ ഇവർക്ക്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗർ കാണണ്ടേ, എന്നാലൊക്കെ അല്ലേ കുട്ടികൾ പാട്ടൊക്കെ കേൾക്കണം. നമുക്ക് കൊറേ പഠിക്കുമ്പോ നമ്മൾ കുറച്ച് പാട്ട് ഇങ്ങനെ കേട്ട സുഖ. പാട്ട് കേൾക്കണം കേട്ടോ. ഒരു 1-2 പാട്ടുകൾ ദിവസം കേൾക്കാൻ നല്ലതാണ്. നമ്മളെ മനസ്സിനും ഒക്കെ നല്ല സന്തോഷം കേട്ടോ. അപ്പൊ എല്ലാരും ഒരു പാട്ട് കേൾക്കുക, പിന്നെ പഠിക്കുന്ന അക്ഷരങ്ങളൊന്നും വിടരുത്. ടീച്ചർക്ക് മലയാളം നമ്മുടെ എന്താണ്, മലയാളം എന്താ, അത് മലയാള നാട് കേരളം. അതല്ലാതെ മലയാളം നമ്മുടെ ഭൂമിയല്ലല്ലോ, ഭാഷ. മലയാളം നമ്മുടെ മാതൃഭാഷ. മലയാളം നമ്മുടെ അമ്മയാണ്, നമ്മുടെ മാതൃഭാഷയാണ്. അത് ഒരിക്കലും വിടരുത് കേട്ടോ. എല്ലാവരും അത് ശരിക്കും വായിക്കാം. മറ്റുള്ള ഭാഷയൊക്കെ പഠിച്ചോളി, നിങ്ങൾ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ പഠിച്ചോളൂ, പക്ഷേ മലയാളം വിടരുത്. നന്നായി പഠിക്കാം. അതേ ടീച്ചർ പറയാം. ടീച്ചർ ഇപ്പൊ തന്നെ വയസ്സൊക്കെ ആയിരിക്കും. ഇവരൊക്കെ ജോലി കിട്ടിയിട്ട് ഞാൻ അങ്ങനെ എയർപ്ലെയിൻ കൊണ്ടോ ഇവിടേക്കൊക്കെ എന്നെ കൊണ്ടുപോകാം. അപ്പൊ അവിടെ പോയി എന്താ മോൻ പറയും, അങ്ങോട്ടാണ് കൊണ്ടുപോകുക. വേലാൻഡിലേക്ക് മഞ്ഞുള്ള സ്ഥലത്ത് അതൊക്കെയാണ് ഓരോരുത്തരെ മണൽ. പിന്നെ വേറെ ഒരു കാര്യം ടീച്ചർ ഒരു വാക്ക് മോനെ, മാതാപിതാ മറക്കരുത്. അത് ഒരിക്കലും കേട്ടോ. നമ്മളെ വീട്ടിലുള്ളവര് നമ്മളെ കാത്തിരിക്കണ നമ്മളെ അച്ഛൻ അമ്മ അമ്മമ്മ ഒക്കെ ഉണ്ടല്ലോ, അവരെ മറക്കാനേ പാടില്ല. അത് നമ്മൾ വലിയ വലിയ സ്കൂളിൽ പോവുക, എവിടെ പോയാലും മാതാപിതാ ഗുരു ദൈവ അതൊരിക്കലും എന്റെ മക്കളെ മറക്കരുത്. അത് മാത്രമേ ടീച്ചർക്ക് പറയാനുള്ളൂ. എല്ലാവരും നല്ല കുട്ടികളാവുക കേട്ടോ. നീ ഇതാ കേട്ടോ. 43 കഴിഞ്ഞു. അപ്പോഴത്തെ ഭാഷ ടീച്ചർ ഒരുപാട് മക്കളെ പഠിപ്പിച്ച്, നിങ്ങൾ അച്ഛന്മാരോ അമ്മമാരോ അതിന്റെ അപ്പുറത്തെ ആൾക്കാരൊക്കെ പഠിപ്പിച്ച് ഇപ്പം മക്കളും അതിലപ്പുറമായി. 43 കഴിഞ്ഞ് 44ാമത്തെ വർഷത്തെ മക്കളാണ് എൻ്റെ പൊന്നു മക്കള് കേട്ടോ. എല്ലാവരും നന്നായി വരിക. ടീച്ചർക്ക് ഒന്നും പറയാൻ ഇല്ല.
ഒരു ഭാഗ്യം ചെയ്ത ആളാ ഞാൻ. ഈ ചെറിയ മക്കളെ അക്ഷരവും അക്കം എന്നിവയിലേക്ക് പിന്നെ തല്ലും തലോടലും ഒക്കെ ഉണ്ട്. ചീത്ത പറയും, ഓരോരോ കൊട്ടു കൊടുക്കും. അത് എൻ്റെ മോളെ ഞാൻ ചെയ്യുന്നത് പോലെയാണ് ഞാൻ എൻ്റെ മക്കളെ ഇന്നേ വരെ കണ്ടിട്ടുള്ളത്. അത് നന്നായി ചീത്തയൊക്കെ പറയാറുണ്ട് കൊച്ചുമക്കളാണെങ്കിലും. ഇടയ്ക്കൊരു കൊട്ടും കൊടുക്കും. അത് അവർക്ക് വേണ്ടി മാത്രം. നന്നായിട്ടോ എല്ലാം ചെയ്യണേ. നല്ല മോളായി മടി കാണിക്കാതെ വെരി ഗുഡ് ഗേളാണേ. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാരും എന്ത് ചെയ്യണമെന്നറിയോ? അതിലേക്ക് എന്നെ ശ്രദ്ധ വേണേ. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ തെറ്റിപ്പോകൂലേ? അതൊന്നും വേണ്ട. പാട്ട് പാടുകയാണെങ്കിൽ അത് ചെയ്യാ. പിന്നെ നന്നായി വരിക കേട്ടോ. നന്നായി വരിക കേട്ടോ. വാ അർപ്പിക്കും. ശ്രീഹരി ഇതിപ്പോ ആരും പൊളിക്കാൻ പാടില്ല. വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കാട്ടോ. ടീച്ചറെ ടീച്ചറൊക്കെ എവിടെങ്കിലും നിങ്ങൾ കണ്ട ടീച്ചറെ ഹായ് എന്നൊന്ന് പറയണേ കേട്ടോ. ടീച്ചറെ പിന്നെ കൊറേ കഴിയുമ്പോഴേ ഇപ്പൊ തന്നെ ടീച്ചർക്ക് കണ്ണൊന്നും ശരിക്കും കാണുന്നില്ല. നിങ്ങൾ വലുതാവോ അപ്പൊ ടീച്ചർക്ക് നിങ്ങളെ അറിയില്ല. അപ്പൊ ടീച്ചറെ നിങ്ങൾ വിളിക്കണേ കേട്ടോ. വിളിക്കണോ? ആനയ്ക്ക് പക്ഷെ ആനയുടെ അത്ര ഉണ്ടോ ടീച്ചറെ? ഞാൻ ഒരു കഥ പറഞ്ഞു കൊടുത്തതാണ്. ആന പണ്ട് കണ്ടാലോ പിന്നെ നമ്മളെ കണ്ട ഓർമ്മ കല്ലെടുത്ത് എറിയ എന്തെങ്കിലും ഇവര് ചെയ്താലേ ആന 25 കൊല്ലം കഴിഞ്ഞ് വലിയ ആളായാലും നിങ്ങളെ കണ്ടാൽ നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്നാള് പഴയതൊക്കെ ആനയ്ക്ക് എങ്ങനെയാണ്? ആനയ്ക്ക് അറിഞ്ഞാൽ അറിയോ? അതാ പറഞ്ഞത് ടീച്ചർക്ക് അത്ര ആനയുടെ അത്ര ഒന്നും ബുദ്ധിയില്ല. അപ്പോൾ അന്നേരം ആരോ പറയാ ആന സൈഡിലേക്ക് ഓടാൻ പറ്റൂല. അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ എഴുതാ മതി. കടിയതായതുകൊണ്ട് ടീച്ചറെ അല്ല കാണാം. എവിടെ അങ്കിതിന്റെ അമ്മയൊക്കെ